അതെ. ഒരു റൂം ഡെക്കറേഷൻ കണ്ടാലോ? കുറേ നേരം ആലോചിച്ച് നിന്നിട്ടാണ് ട്ടോ എന്ത് ഡെക്കറേഷൻ ചെയ്യുന്നു ഇങ്ങനെ തീരുമാനിച്ചത്. അങ്ങനെയാണ് ഒരു പ്ലാസ്റ്റിക് കവർ കയ്യിൽ കിട്ടിയത്. എന്നാ ഇതും വെച്ചിട്ട് എന്ത് ചെയ്യുംന്ന് നോക്കുമ്പോഴാണ് നമുക്കൊരു ഡെക്കറേഷൻ ചെയ്യാന്നുള്ള ഒരു ഐഡിയ തോന്നിയത് ട്ടോ. അങ്ങനെ എൻ്റെ സ്വന്തം ഐഡിയയിൽ ഒരു ഡെക്കറേഷൻ ഞാൻ ചെയ്യുന്നത് പ്ലാസ്റ്റിക് കവർ 2 തരം പ്ലാസ്റ്റിക് കവർ ഉണ്ട് ട്ടോ എൻ്റെ കയ്യില്. അതിങ്ങനെ ഒന്ന് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നാലാണ് നമുക്ക് അത് കറക്റ്റ് ലെവലിൽ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കവർ ഒന്ന് നിവർത്തി വെക്കുക. ഇതുപോലെ അങ്ങട് ചെയ്താൽ മതി. നിവർത്തിയ ശേഷം നമുക്ക് ഓരോ ഇഞ്ച് അളവിൽ അങ്ങട് നീളത്തിലൊന്ന് ലൈൻ ഇട്ട് കൊടുക്കുക ട്ടോ. ഞാനിപ്പോൾ ഒരു സ്കെയിലിൻ്റെ അളവാണ് എടുത്തിരിക്കുന്നത്. നീളത്തിലാണ് ലൈൻ ഇട്ടിട്ട് ആ ലൈനിലൂടെ അങ്ങട് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ നീളത്തിൽ വേണം ട്ടോ. നീളത്തിലുള്ള പീസാണ് നമുക്ക് വേണ്ടത്. ഇത് കണ്ടോ? ഇതുപോലെ കിട്ടും ട്ടോ. ഇതുപോലെ നീളത്തിലുള്ള പീസാണ് ആവശ്യമുള്ളത്. എൻ്റെ കയ്യിൽ 2 തരം കവർ ഉള്ളതുകൊണ്ട് ഞാൻ അതെടുത്തു ട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ കവർ യൂസ് ചെയ്യാം. ഇതിന് കുറച്ചും കൂടി ലെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 2 പീസും കൂടി ഒന്നായി ജോയിന്റ് ചെയ്തു ട്ടോ. നമുക്ക് ഒട്ടിച്ച് കൊടുക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാം. സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിക്കുകയാണ് ചെയ്തത്. 2 പീസും കൂടി ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് ഒരു മാസ്കിംഗ് ടേപ്പ് എടുത്ത് എവിടെയെങ്കിലും ഒന്ന് താഴെയോ ടേബിളിലോ അങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിൽ ഒരു റെഡ്, വെള്ള അങ്ങനെ കളർ കോമ്പിനേഷനായിട്ട് മിക്സ് ചെയ്ത് വെക്കണം ട്ടോ. കളർഫുള്ളായ ഒരു തീമിൽ അങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. അതിൻ്റെ മുകളിൽ മാസ്കിംഗ് ടേപ്പ് വെച്ച് ഫ്ലവേഴ്സൊക്കെ വെച്ചൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഡബിൾ ടേപ്പ് യൂസ് ചെയ്യും. ഞാൻ ആ മുകളിലും പിന്നെ താഴെ നമ്മൾ ജോയിൻ ചെയ്ത ഭാഗം ഉണ്ടല്ലോ അവിടെയാണ് ഫ്ലവേഴ്സൊക്കെ വെച്ചത്. അപ്പോൾ ഇതുപോലെ കിട്ടും കേട്ടോ. അപ്പോൾ ബർത്ത്ഡേക്കൊക്കെ എങ്ങനെ റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് ഇതുപോലെ ചെയ്താൽ മതി. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് മറക്കരുത്.